നല്ല അടിപൊളി പോത്തിൻ്റെ കരൾ വേവിച്ചതാട്ടോ ഇവർക്ക് ഉച്ചയ്ക്ക് ഫുഡിന് കൊടുക്കുന്നത്. അതിന് മുന്നേ ഇവർക്ക് ജസ്റ്റ് സമയം പോകാനും ഇവരെ പല്ലൊക്കെ ഒന്ന് ഹെൽത്തി ആവാനും വേണ്ടിയിട്ട് ഈ 2 സാധനം കൂടി ഞാൻ നമ്മളെ ശങ്കരിനും കൊടുക്കുക കേട്ടോ. ഇന്നലെ ലുലു പോയപ്പോൾ അവർക്ക് മേടിച്ചിട്ടുള്ള പ്രധാന ഐറ്റങ്ങളിൽ ഒന്നാണ് ഇപ്പം ഞാൻ കൊടുക്കുന്നുണ്ട്. അത് കിട്ടിയപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. 2 ആളും കൂടി കടിച്ചിരിക്കുന്നുണ്ട്. ഇവർ ഈ ഒരു ഇരുത്തം ഇവിടെ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ ബാക്കി കാര്യങ്ങളും കൂടെ സടപടയെന്ന് തീർക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ എമ്പുരാൻ്റെ റിലീസാണ്. അതൊന്ന് പോയി കാണണം. നമ്മളെ ലാലേട്ടൻ്റെ പടം ഇറങ്ങുമ്പോൾ അത് കാണുക. അന്ന് തന്നെ കാണണമെന്നൊന്നുമില്ല, അത് കാണാമെന്ന് പറയണത് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഭാഗ്യത്തിന് എമ്പുരാൻ്റെ ടിക്കറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ പോകാനും പറ്റി കേട്ടോ. ഞാനും അമ്മയും കൂടെയാണ് പോണത്. ഈ മാലയാണ് കേട്ടോ ഇന്നലെ നക്ഷത്രയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു പുതിയൊരു മാലയും എനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ ചുരിദാറും കാര്യങ്ങളൊക്കെ ഇട്ട് നേരെ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് ഇനിയും 1 മണിക്കൂർ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചിക്കിങ്ങിൽ നിന്ന് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷമാണ് സിനിമ കാണാൻ കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതിനെ പറ്റി ഒന്നും പറയാനില്ല കേട്ടോ. ലൂസിഫറിൻ്റെ അതേ മുഖച്ചായ പ്രതീക്ഷിച്ചിട്ട് പോകണ്ട, അത് ഇത് ആ ഒരു അവസ്ഥയിലാണ് സിനിമ ഉള്ളത് കേട്ടോ. ഇപ്പോൾ പല ന്യൂസും കാണുന്നുണ്ട് എമ്പുരാൻ്റെ തിയേറ്റർ പ്രിൻ്റ് ഇറങ്ങി നിന്ന്. അതൊന്നും കാണാൻ നിൽക്കരുത്. ഈ ഒരു സിനിമ ആസ്വദിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ മേക്കിംഗ് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു തിയേറ്ററിൽ തന്നെ പോയി കാണാം. അപ്പോഴാണ് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യുക കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വീട്ടിലെത്തിയപ്പോൾ അതാ 2 അല്ല ഗൈസ് 4 എണ്ണം കൂടി എന്നെ കാത്തിരിക്കുന്നുണ്ടാണ് കേട്ടോ. എല്ലാവരും ഇങ്ങോട്ട് തുറന്നു വിട്ടു. ശങ്കരിനെ തുറന്നിട്ടില്ല കേട്ടോ. അവരെന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീടുള്ളൂ എന്ന് വിചാരിച്ചിട്ടോ. ഇടയ്ക്ക് ഞാൻ നോക്കിയപ്പോൾ കുഞ്ഞൂസ് കൂട്ടിൽ പോയി എന്തോ പരിപാടി. സംഭവത്തിൽ വേറെ ഒന്നല്ല, രാവിലെ ഞാൻ ശങ്കരനെ കടിക്കാൻ കൊടുത്ത ആ ഒരു എല്ലുണ്ടല്ലോ, അത് ശങ്കരൻ്റെ ആരുടോ പുറത്ത് വീണിട്ടുണ്ട്. അതും കൊണ്ടിട്ടാണ് ആൾ പോയിട്ടുള്ളത് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ശങ്കരൻ്റെത് എടുത്ത് പോയിട്ടാണ് അവൾ പോയിട്ടുള്ളത്. എന്തായാലും അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനമല്ലേ, ഇനി എന്തായാലും അവൾ അതുമ്പോൾ പണിയെടുക്കട്ടെ കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ വീഡിയോയൊക്കെ എടുത്ത് നിന്നു കേട്ടോ. കാരണം ഈ ഒരു മാക്സ് ഇട്ടിട്ടാണ് കേട്ടോ. എങ്ങനെയുണ്ട്, കൊള്ളാവോ? എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ ഇവിടുത്തെ അങ്ങാടി തന്നെ ഡിസ്പ്ലേ കണ്ടിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു കഫ്താൻ മാക്സിയാണ് കേട്ടോ. എന്താ സുഖം ഈ ഒരു ചൂടത്തൊക്കെ ഇതിടാൻ വേണ്ടിയിട്ട്. ഞാൻ അധികം മാക്സിയും കാര്യങ്ങളൊന്നും ഇടാറില്ല, പക്ഷേ ഇതുപോലെ നല്ല ഭംഗിയുള്ള കംഫർട്ടായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മേട്ടൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ തന്നെ കുഞ്ഞൂസ് എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അവനൊന്ന് തൊടാനോ അവനൊന്ന് തലാടാനോ ഈ പെണ്ണെന്നെ സമ്മതിക്കില്ല. ഭയങ്കര കുശുമ്പിയാണ് എൻ്റെ കുഞ്ഞൂസ്. ആ കുശുമ്പ് ഈ ജന്മം മാറുന്നു എനിക്ക് തോന്നുന്നില്ല കേട്ടോ. മേട്ടുവാണെങ്കിൽ ഒരു പാവം, എന്നൊന്ന് തൊടുമോ എന്നുള്ള രീതിയിലും കുഞ്ഞൂസാണെങ്കിലും ഒന്ന് പോവുക അവിടെ നിന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ ഗൈസ്.